ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെളുത്ത മുടിയൊക്കെ കറുപ്പിക്കാനുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഹെന്ന ചെയ്ത ശേഷവും ചെയ്യുമ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ മൈലാഞ്ചിപ്പൊടി എടുക്കുന്നുണ്ട് 1 സ്പൂണ്. എപ്പോഴും നമ്മളെ മുടി ഹെന്ന ചെയ്യുമ്പോൾ മുടിയിൽ ഒട്ടും ഓയിൽ പാടില്ല കേട്ടോ. അപ്പോൾ 1 സ്പൂണ് മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ നെല്ലിക്ക പൊടി ഞാൻ 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെല്ലിക്കപ്പൊടി എന്തിനാണെന്ന് അറിയാവോ? നെല്ലിക്കപ്പൊടി മുടി കറുപ്പിക്കാനും മുടിക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ നെല്ലിക്കപ്പൊടി ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കട്ടൻ ചായ ആണ് ഞാൻ ചേർക്കുന്നത്. അതൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂറോളം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകിക്കളയാം. ഷാമ്പു ഇടണം നിർബന്ധമൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൈലാഞ്ചി പൊടിക്ക് ഒരു ഷാമ്പു എഫക്റ്റ് ആണ്. അതുകൊണ്ട് പിന്നെ നമുക്കത് ഷാമ്പു ഇട്ട് കളയേണ്ട ആവശ്യമില്ല. സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇടണം എന്നുള്ളവർക്ക് ഇട്ട് കളയാം. പക്ഷെ 2 മണിക്കൂർ തലയിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. മൈലാഞ്ചിപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ചിരട്ടിയിൽ ചെയ്തത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലങ്ങ് ഇരുന്നോളും. പിന്നെ ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ മൈലാഞ്ചിപ്പൊടി അപ്പം തന്നെ തലയിൽ തേക്കണം. അല്ലാതെ ഇത് 24 മണിക്കൂറൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമുക്കത് തലയിൽ തേക്കാം കേട്ടോ. തേച്ചിട്ട ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകുക, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കഴുകിക്കളയുക. അതിന് ശേഷമുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട എണ്ണയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. നമ്മളിതിന് ചേർക്കേണ്ടത് സാധാരണ വെളിച്ചെണ്ണയാണ്. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് കുറഞ്ഞ് വന്നിരിക്കണം കേട്ടോ, കഴിഞ്ഞിരിക്കണമാണ്. നമുക്കിതിൽ വേണ്ടത് 2 ഇൻഗ്രീഡിയൻ്റാണ് എണ്ണ ഉണ്ടാക്കുമ്പോൾ വേണ്ടത്. അപ്പം 1/4 ലിറ്റർ വെളിച്ചെണ്ണയുടെ അളവിലാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, 1/4 ലിറ്റർ വെളിച്ചെണ്ണയുടെ അളവിൽ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1/4 ലിറ്റർ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് വേണ്ട നീലിയാമരി കണ്ടോ, അതെ നീലിയാമരി വേണം. പിന്നെ അതേപോലെ തന്നെ നെല്ലിക്കാപ്പൊടി. ഓക്കെ, നെല്ലിക്കാപ്പൊടിയും വേണം. 1/4 ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അധികം തിളപ്പിച്ച് ഇട്ടാക്കാൻ പാടില്ല. നേരിയതായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ ചൂടാവുന്ന സമയത്ത് നമുക്ക് 1/4 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണ് നീലിയാമരി, 4 ടേബിൾ സ്പൂണ് നെല്ലിക്കാപ്പൊടിയും കൂടി അതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഒന്ന് നേരി ചൂടാവുമ്പോൾ ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കത് കുപ്പിയിലാക്കുമ്പോൾ ആ പൊടി കണ്ടോ, അതെ വേണ്ട, ഇതിൻ്റെ ഈ പൊടിയോട് കൂടി തന്നെ നമുക്കിത് കുപ്പിയിലാക്കി സൂക്ഷിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇരിക്കും തോറും നമ്മുടെ മുടി നന്നായിട്ട് മുടിയിൽ നിന്നിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഷാമ്പൂ ചെയ്ത് കളയാം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തലയിൽ ഡൈ ഇടേണ്ട ആവശ്യമില്ല. ഹെന്ന ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തവണ നിങ്ങൾ ഹെന്ന ചെയ്യുക. അതിനുശേഷം നിങ്ങളിത് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് റിസൾട്ട് കൂടുതലായിട്ട് വരും. നമ്മൾ ഓയിൽ തേക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഹെന്ന നമ്മൾ ചെയ്യുക. അതായത് എല്ലാ ആഴ്ചയിലും ഹെന്ന ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മാസത്തിൽ ഒരു തവണ നമ്മൾ ഹെന്ന ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുക. മാക്സിമം എത്രയൊക്കെ പറ്റുന്നോ ആ സമയങ്ങളിലൊക്കെ ഈ ഓയിലൊന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഷാമ്പൂ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഇത് നമ്മൾ അടുപ്പിച്ച് ഷാമ്പൂ വാഷ് ചെയ്യണം നിർബന്ധമില്ല. ശരിക്കും പറയാം, മൈൽഡായിട്ട് തേച്ചിട്ട് നോർമൽ വാഷ് ചെറുപയർ പൊടിയാണ് ഏറ്റവും നല്ലത്. ചെറുപയർ പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഷാമ്പൂ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പോയി കിട്ടും. അതുകൊണ്ടാണ് പിന്നെ ചിലർക്കൊക്കെ ഷാമ്പൂ വാഷ് ആണല്ലോ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് നമുക്ക് ആയുർവേദിക് ഷാമ്പൂ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പയറുപൊടി പോലുള്ള സംഭവങ്ങളാണ് ശരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോഴേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മളിത് ഒരു തവണ ഹെന്ന ചെയ്യുക. പിന്നെ അതിനുശേഷം ആ മാസം മുഴുവൻ നമ്മൾ തലയിൽ ഈ ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക. നോർമൽ വാഷ് ചെയ്യുകയോ ചെറുപയർ പൊടിയിട്ട് തല കഴുകി ഷാമ്പൂ വാഷ് ഇതിനെക്കാട്ടും ചെയ്യുന്ന ചെമ്പരത്തി താളി പോലുള്ള സംഭവങ്ങളാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന 1/4 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത്
4 ടേബിൾ സ്പൂൺ നീലയമരി, 4 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും ചേർത്ത് നേരിയതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അങ്ങനെ വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോൾ ആ ഒരു മട്ടോട് കൂടി തന്നെ കുപ്പിയിലാക്കിയ ശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് നല്ല കളർ വ്യത്യാസമുണ്ട്, നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട് എൻ്റെ മുടിക്ക്. നമ്മളത് പെട്ടെന്നൊന്നും കറക്കില്ല, കുറേ ചെയ്താകുമ്പോഴായിരിക്കും മുടി കറക്കുക കേട്ടോ. പിന്നെ മുടി കറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഹെയർ ഡൈ പോലുള്ള സംഭവങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ചെയ്ത് നോക്കാം. താങ്ക്